ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ ചെയ്ത് കാണിക്കാൻ പോണത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ബിഗിനേഴ്സ് ആയാലും ബാച്ചിലേഴ്സ് ആയാലും എല്ലാവരും ഇത് കണ്ട് ഇതുമാതിരി ചെയ്ത് പിടിച്ചോട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി ആദ്യം ഇടുന്നത് ഞാൻ സവോളയാണ് കേട്ടോ. ഇതൊന്ന് വറവാകുമ്പോഴാണ് ഞാൻ മറ്റുള്ള സാധനങ്ങളൊക്കെ ചേർക്കുള്ളൂ. ഇപ്പോൾ സവോള നല്ല പകുതി മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉപ്പിട്ടിട്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് പകുതി വഴന്ന് വന്നാൽ നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിക്ക് ഇടാം കേട്ടോ. നമ്മൾ അടുപ്പ് സിമ്മിൽ വെച്ചിട്ട് 2.5 സ്പൂണ് കാശ്മീരി പൗഡർ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടി ഇതെല്ലാം ഒന്ന് വഴറ്റുക. ഇത് മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്തിരി കറി മസാല പൗഡർ ഇടുക. കുരുമുളക് നമുക്ക് അവസാനം ഇടാം കേട്ടോ. എന്നിട്ട് നമുക്ക് തക്കാളിയും പച്ചമുളക് പഴുത്ത മുളക് കഴിഞ്ഞാൽ മാത്രം കുഴപ്പമില്ല. ഇതായിട്ടിട്ട് കേട്ടോ. അപ്പം നമുക്ക് ചിക്കൻ ഇടാം. നമ്മൾ ഉപ്പ് മഞ്ഞപ്പൊടി തിരികെ വെച്ചതാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/2 കപ്പ്. ഈ ചിക്കനിന് വെള്ളം ഇറങ്ങും. നമ്മൾക്ക് റോസ്റ്റാണ് വേണ്ടത്, അതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ഇത് കണ്ട, ഇതിൽ വെള്ളം വന്നത് കണ്ട. ഇതെല്ലാം വറ്റുമ്പോൾ അതിന് വേവുള്ളൂ. അപ്പോൾ പകുതി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ 10-15 മിനിറ്റിൽ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് നോക്കാം കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ്റെ ഹാർട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. തൊട പീസ് നല്ല സോഫ്റ്റായിരിക്കും. നല്ല ടേസ്റ്റുള്ളതുകൊണ്ട് അങ്ങനെ കഴിക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ വേറൊരു ഗുണമുണ്ട് ഇങ്ങനെ കഴിച്ചാൽ. എന്താണെങ്കിലേ നമ്മൾ ചോറിനു മുമ്പ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പ് പോയാൽ നമ്മൾ ചോറ് അധികം കഴിക്കില്ല. ആ ഒരു ഗുണമുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെട്ടാ, ബായ്. നിങ്ങൾ കഴിക്കാൻ ഞങ്ങൾ കഴിക്കട്ടെ. എന്നാൽ അധികം ചോറുണ്ടില്ല അത് കഴിച്ചാൽ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സിമ്പിളായിട്ട് ചിക്കനൊക്കെ ഉണ്ടാക്കി പഠിക്കണം കേട്ടോ. അപ്പോൾ വളരെ ഈസി അത് ഉണ്ടാക്കാം. 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ പണി കഴിയും. വീട്ടിലെ വല്ല വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാതും അരിഞ്ഞ് തരാൻ പറഞ്ഞാൽ മതി. അപ്പോൾ പെട്ടെന്ന് കഴിയും. അപ്പോൾ ഓക്കെട്ടാ, ബായ്.